ഹലോ. 10-27 വർഷം ഈ നാട്ടിൽ ജീവിച്ചിട്ടും ഞാൻ കാണാത്ത ഒരുപാട് കാഴ്ചകളും ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട് കേട്ടോ. ഇത് ഒട്ടും പ്ലാൻ ചെയ്തൊരു യാത്രയല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 2 വീലർ അമ്മ പോയപ്പോൾ കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മുടെ വീട്ടിൽ വണ്ടി കൊണ്ടിടാൻ വേണ്ടിയിട്ട് വന്നതേ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ കാറിൽ പോവാം, അപ്പം എനിക്കും കൂടെ പോകാമല്ലോ, അങ്ങനെ നമുക്കൊരു ട്രിപ്പ് ആവുമെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ ഒരു പ്ലാനും കൂടി അതിൻ്റെ കൂടെ വന്നത് കേട്ടോ. വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പോകാമെന്ന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്കൂള്. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോയ സ്കൂളാട്ടോ ഇത്, GJM UPS. ഇത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് പോയിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോകുന്നതേ. അങ്ങനെ എപ്പോഴൊന്നും അവിടെ വെള്ളം ഉണ്ടാവാറില്ല. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല ഫോളായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴയൊന്ന് തോർന്ന ദിവസവും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ടേ. ഇസു ഉണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാദറുണ്ട്, പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനുണ്ട്, നമ്മുടെ കസിൻ 2 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനെങ്കിലും നല്ല ബുദ്ധിമുട്ടാട്ടോ ഇതൊന്ന് കയറി അങ്ങ് ചെല്ലാൻ വേണ്ടിയിട്ട്. കുറേ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കാട്ടുവഴി മാത്രമേ ഉള്ളൂ, നല്ല വഴിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ചെറിയ ഒരു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു വഴിത്താരം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ വേണ്ടി. അത് തന്നെ ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എങ്കിലും ആ വഴിയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ പോകുമ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കേട്ടോ. നമുക്കിനി അവിടെ ചെന്നിട്ട് നല്ല വൃത്തിക്ക് കാണാം. ഒരു രക്ഷയില്ല, കാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നൊരു സുന്ദരി വെള്ളച്ചാട്ടം കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോസിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തതിനകത്തൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഇത്രയും പൊക്കമുള്ളൊരു വെള്ളച്ചാട്ടമെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കാണാവുന്ന രീതിയിലൊന്ന് എടുത്തതാണേ. നല്ല രസമുണ്ടല്ലേ, നമ്മൾ നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. അവിടെ വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടേ ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് നമ്മൾ അടുത്തൊരു സ്പോട്ടും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൂടി പോവുകയാണേ. നമ്മൾ ആ കല്ലിലേക്ക് പോകുന്ന റൂട്ടിലാട്ടോ ഈ പോകുന്നത്. കുറേയൊക്കെ നാടുകളിൽ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ നാടിൻ്റെ അത്രയും സൗന്ദര്യമുള്ളൊരു നാട് ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാവുണ്ട് കേട്ടോ, കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവെന്നാട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെയാണ് അവിടെ സൺഡേ ആണ് കൂടുതലും ആൾ വരുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ഇത്രയും തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു റോഡിലൊക്കെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോവുകയാണേ. ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് ഒരേക്കർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 1-2 പേരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇതിലേക്കൂടെയുള്ള റൂട്ടിൽ ബസ് പിടിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോടൊക്കെ ചോദിച്ചിട്ടാട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ആ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ഇത്. 2 സൈഡിലും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും തേക്കുകളൊക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ അധികം അങ്ങനെ വെയിലടിക്കത്തില്ല കേട്ടോ. ഈ ഒരു ഏരിയയിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ തണുപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ വലത് സൈഡിൽ കാണുന്ന ഈ പൊളിഞ്ഞു കിടക്കുന്ന ഷെഡുണ്ടല്ലോ, ഇതൊരു കടയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ആനയുടെ ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് തകർത്തിട്ടേക്കാട്ടോ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പാല ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ പാലത്തിൻ്റെ ആയിരുന്നേ. ഈ കൊക്കാത്തോടും നമ്മുടെ ഈ കല്ലേലിയും കൂടി ബന്ധിപ്പിക്കുന്നൊരു പാലം കേട്ടോ ഇത്. ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു ഈ പാലത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് കേട്ടോ. അടൂർ പ്രകാശൊക്കെ ഇവിടെ MLA ആയിരുന്ന സമയത്തായിരുന്നു ഈ ഒരു ഉദ്ഘാടനമൊക്കെ നടന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ആറ്റിക്കൂടിയായിരുന്നു കേട്ടോ ഈ ബസ്സൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനു മുമ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രാവലിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ആ പാലമൊക്കെ കടന്ന് കുറേ ഇങ്ങനെ പോകണം കേട്ടോ. ഈ ഒരേക്കർ എന്ന് പറയുന്ന സ്ഥലം കുറച്ചും കൂടി നമുക്ക് പോകണേ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു 3-4 പേര് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചുമ്മാ അവരോടത്ത് ചോദിച്ചു എന്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ കാണാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു കേട്ടോ. ഈ വഴിയൊക്കെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. എൻ്റെ കസിൻസൊക്കെ കൊക്കാത്തോട് താമസിക്കുന്നുണ്ട് തന്നെ ഞാൻ നേരത്തെ പോയിട്ടുള്ളതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ പോയിരിക്കുമായിരുന്നു, ഇഷ്ടമുള്ള സൈഡ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കുന്നു. അപ്പം നമ്മളവിടെ നിർത്തിയിട്ടിരുന്നവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 2 പേര് അവിടെ നിൽപ്പുണ്ടെന്ന്. നോക്കിയപ്പോൾ 2 കാട്ടാന. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു തവണ വയനാട് മുത്തങ്ങയിൽ വനത്തിൽ വെച്ചിട്ട് അവർ ആനേനെ കാണുന്നത് കേട്ടോ, കാട്ടാനേനെ.
പിന്നെ ദാ ഇവിടെ കല്ലേലി വന്നപ്പോൾ ആദ്യമായിട്ടാട്ടോ ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മളിങ്ങോട്ട് വരുന്നതൊക്കെ വളരെ കുറവാണേ. അപ്പോൾ നോക്കിയപ്പോൾ 2 കാട്ടാന നിൽക്കുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഇതിനെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ പയ്യെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് വിട്ടേ. അവിടെ നിന്ന് വിട്ട് നമ്മൾ അടുത്ത നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള പോവാട്ടോ. ഈ മഴയായിരുന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്ന എല്ലാ പാറകളിലും ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പണ്ട് ഈ ബസ്സിൽ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ആ സൈഡ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ പാറയുള്ള സൈഡൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ആ സൈഡിലേ നമ്മൾ വന്നിരിക്കത്തുള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ പിന്നെ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വെള്ളം വരുന്നുണ്ട് കേട്ടോ, ഈ പാറയിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടവും ഭയങ്കരമായിട്ടുള്ളൊരു കാട്ടിനകത്താട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ താമസമുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു തോടിറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു കാട്. ഈ കാട്ടിൽ കൂടെ ആട്ടോ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത്. ശരിക്കും ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. അവിടെ ഒരു വലിയ പാറയാണ്, നമ്മൾ ചെന്ന് കയറുന്നത് തന്നെ ഒരു പാറയിലോട്ടാണേ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉള്ളതൊന്നും അറിയത്തേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ അറിയാത്തതെന്ന് കേട്ടോ. ഞാൻ അവിടെയൊക്കെ നോക്കി വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. താഴെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് വെള്ളം കാണുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമാണ് എല്ലാവരും പറഞ്ഞത്, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒഴുകിപ്പോകുന്നതിൻ്റെ ഉത്ഭവം നോക്കിയപ്പോഴാണ് അതുകൊണ്ട് അവിടെ ഒരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു വ്യൂവിൽ ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. നമ്മൾ ശരിക്കും കാണുന്നതിൻ്റെ അത്രയും ഭംഗി ഈ വീഡിയോസിലില്ലെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നാട്ടോ. ഇത് ശരിക്കും ഭയങ്കര താഴ്ചയിൽ നല്ല ശക്തിക്ക് വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലം. പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പാറ വഴി തന്നെ താഴോട്ട് ഇറങ്ങി പോയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മേളിൽ നിന്നിട്ട് ഈ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നതേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ പോയിരിക്കാൻ വൈബടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാട്ടോ ഇത്. പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഇറങ്ങി വരാൻ തോന്നത്തേയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കണ്ട 2 വെള്ളച്ചാട്ടവും അതിൻ്റേതായ ഒരു ഭംഗിയിൽ കാണണമെങ്കിൽ നേരിട്ട് തന്നെ പോകണമെന്ന് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. പിന്നെ നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കല്ലിലി ചെക്ക് പോസ്റ്റ്. അങ്ങനെ എന്തായാലും കാട്ടാനയും കണ്ട് കുറേ വർഷമായിട്ട് ആഗ്രഹിച്ച 2 വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.